ആഗമന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മോർ ഇഗ്നാത്തിയോസ് അഫ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവയുടെ കേരളത്തിലെ ശ്ലൈഹിക സന്ദർശനത്തിന് ഇന്ന് മലബാർ ഭദ്രാസനത്തിൽ തുടക്കമായി. മീനങ്ങാടി മോർ ഇഗ്നാത്തിയോസ് ഏലിയാസ് അരമനയിൽ മലബാർ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയ്ക്ക് പ്രൗഢഗംഭീരമായ സ്വീകരണം നൽകി. വൈകിട്ട് 3-ന് മീനങ്ങാടി സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ എത്തിയ പരിശുദ്ധ ബാവയെ ഭദ്രാസന മെത്രാപ്പോലിത്തയും ഭാരവാഹികളും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് 4 മണിക്ക് ഭദ്രാസനാസ്ഥാനമായ മീനങ്ങാടി അരമന ചാപ്പലിൽ വിപുലമായ സ്വീകരണം നൽകി. അതിനുശേഷം പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നിന്ന് ബാവ വിശ്വാസികളെ അഭിസംബോധന ചെയ്തു. മലബാർ ഭദ്രാസനത്തിലെ മീനങ്ങാടി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് കത്തീഡ്രലിൽ ഫെബ്രുവരി 2-ന് മായൽത്തോ പെരുന്നാളിന് പരിശുദ്ധ പിതാവ് മുഖ്യകാർമ്മികത്വം വഹിക്കും. വൈകുന്നേരം കോഴിക്കോട് ഭദ്രാസനത്തിലെ വേളങ്കോട് സെന്റ് മേരീസ് പള്ളിയുടെ ഗോൾഡൻ ജൂബിലി സമാപന സമ്മേളനത്തിൽ പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ പങ്കെടുക്കും. പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് 3 വിളംബര ജാഥകൾ ഫെബ്രുവരി 2-ന് മലങ്കരയിലെ പൗരാണിക ദേവാലയങ്ങളായ മുളന്തുരുത്തി, ആലുവ, കോതമംഗലം, ചെറിയപള്ളി എന്നിവിടങ്ങളിൽ നിന്ന് പുറപ്പെട്ട് വൈകിട്ട് പുത്തൻകുരിശ് പാത്രിയാർക്ക സെൻട്രൽ മൈതാനിയിൽ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന പരിശുദ്ധ ഇഗ്നാത്തിയോസ് സാഗാനഗറിൽ എത്തിച്ചേരുന്നതും തുടർന്ന് പാത്രിയാർക്ക പതാക ഉയർത്തുന്നതുമാണ്. ഫെബ്രുവരി 3-ന് തൃശൂർ ഭദ്രാസനത്തിലെ ആര്യമ്പാടം പള്ളിക്കൂദാശ പരിശുദ്ധ പിതാവിന് മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. വൈകിട്ട് പുത്തൻകുരിശിൽ ശ്രേഷ്ഠ ബാവയുടെ നേതൃത്വത്തിൽ പരിശുദ്ധ പിതാവിനെ സ്വീകരിക്കും. ഫെബ്രുവരി 4 ഞായറാഴ്ച രാവിലെ കാലം ചെയ്ത പുണ്യശ്ലോകനായ ശ്രേഷ്ഠ കത്തോലിക്ക ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ ബാവയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന മൂലേക്കുരിശ് ദയറായിൽ പരിശുദ്ധ കുർബാനയും വൈകിട്ട് 4-ന് സഭാസ്ഥാനമായ പുത്തൻകുരിശ് പാത്രിയാർക്കൽ സെന്ററിൽ ക്രമീകരിച്ചിട്ടുള്ള പരിശുദ്ധ ഇഗ്നാത്തിയോസ് സാഗാനഗർ മൈതാനിയിൽ നടക്കുന്ന ശ്രേഷ്ഠ കത്തോലിക്ക ആബൂൻ മോർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ മഹാപൗരോഹിത്യ സുവർണ ജൂബിലിയുടെ സമാപന സമ്മേളനവും പാത്രിയാർക്ക ദിനാഘോഷവും നടക്കും. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര വിദേശകാര്യമന്ത്രി ശ്രീ PV മുരളീധരൻ, സംസ്ഥാന നിയമമന്ത്രി ശ്രീ P രാജീവ്, പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, അഭിവന്യ കർദിനാൾ ബസേലിയോസ് ക്ലീവിയസ് കത്തോലിക്ക ബാവ മുതലായവർ പങ്കെടുക്കും. ഫെബ്രുവരി 5-ന് രാവിലെ പെരുമ്പള്ളി സെന്റ് ജോർജ് പള്ളിയിൽ വിശുദ്ധ കുർബാനയും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനഹദോസ് പ്രസിഡന്റായിരുന്ന പുണ്യശ്ലോകനായ ഗീവർഗീസ് മോർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ 25ാം ദുക്രോനോ ആചരണവും ഉച്ചയ്ക്ക് വെട്ടിക്കൽ MSOT സെമിനാരിയിൽ പരിശുദ്ധ പിതാവിൻ്റെ അധ്യക്ഷതയിൽ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനഹദോസും നടത്തപ്പെടും. 6-ാം തീയതി ഉച്ചയ്ക്ക് സഭയുടെ ആസ്ഥാനത്ത് പരിശുദ്ധ സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയുടെയും വർക്കിംഗ് കമ്മിറ്റിയുടെയും യോഗം പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയുടെ അധ്യക്ഷതയിൽ ചേരും. തുടർന്ന് അഖില മലങ്കര വൈദികരുടെയും കുടുംബാംഗങ്ങളുടെയും ഭക്തസംഘടന കേന്ദ്ര നേതൃത്വത്തിൻ്റെയും സംഗമം നടക്കും. വൈകിട്ട് പൗരസ്ത്യ സുവിശേഷ സമാജത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് പെരുമ്പാവൂരിലുള്ള പൗരസ്ത്യ സുവിശേഷ സമാജം ഹെഡ്ക്വാർട്ടേഴ്സിൽ നടക്കുന്ന സമ്മേളനത്തിൽ പരിശുദ്ധ ബാവ പങ്കെടുക്കും. 7-ാം തീയതി പൗരസ്ത്യ സുവിശേഷ സമാജം ആസ്ഥാനത്ത് പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ വിശുദ്ധ കുർബാന അർപ്പിക്കും. വൈകിട്ട് കോട്ടയം തൂത്തൂട്ടി സെന്റ് ആന്റണീസ് ദയറായുടെ കൂദാശ പരിശുദ്ധ പിതാവ് നിർവഹിക്കും. 8-ാം തീയതി തൂത്തൂട്ടി മാർ ഗ്രിഗോറിയൻ ധ്യാന കേന്ദ്രത്തിൽ 7 വൈദികർക്ക് റംബാൻ സ്ഥാനം നൽകും. 9-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ ചിങ്ങവനത്ത് ജ്ഞാനായ സമുദായത്തിന്റെ കാലം ചെയ്ത അഭിഷിക്തൻ എബ്രഹാം മാർ ക്ലീമീസ് തിരുമേനിയുടെ കബറിടം സന്ദർശിച്ച് പരിശുദ്ധ പിതാവ് ധൂപപ്രാർത്ഥന നടത്തും. വൈകിട്ട് പരിശുദ്ധ ഏലിയാസ് തൃതീയൻ പാത്രിയാർക്കീസ് ബാവയുടെ 92ാം ഓർമ്മ പെരുന്നാളിൽ സംബന്ധിക്കുവാനെത്തുന്ന പരിശുദ്ധ പിതാവിന് മഞ്ഞിനിക്കരയിൽ സ്വീകരണം. തുടർന്ന് സന്ധ്യാപ്രാർത്ഥനയും തീർത്ഥാടക സംഗമവും പൊതുസമ്മേളനവും. 10-ാം തീയതിയിലെ ദയറ പള്ളിയിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പരിശുദ്ധ പിതാവ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടും. തിരുവനന്തപുരത്തെത്തുന്ന പരിശുദ്ധ പിതാവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും പട്ടം സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പാർക്കിയൽ കത്തീഡ്രലിൽ KCBCയുടെ പ്രസിഡന്റും മലങ്കര സിറിയൻ കത്തോലിക്ക സഭയുടെ അധ്യക്ഷനുമായ അഭിവന്യ കർദിനാൾ ബസേലിയോസ് ക്ലീവിയസ് കത്തോലിക്ക ബാവയുടെ നേതൃത്വത്തിൽ നൽകുന്ന സ്വീകരണത്തിന് സംബന്ധിച്ച ശേഷം ബെയ്റൂട്ടിലേക്ക് മടങ്ങും. ഷെക്കേന ന്യൂസ് ബ്യൂറോ, വയനാട്.